ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ കുറച്ച് വർക്കിൻ്റെ വിശേഷങ്ങളും കണ്ടാലോ? ഇതൊറ്റ ദിവസമായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ അല്ല കേട്ടോ, 2 ദിവസമായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒരു ദിവസം പർച്ചേസിങ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് കാണാം കേട്ടോ. കുറച്ച് ബൊക്കെ ഷീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കാണുന്നത്. കുറച്ച് കളക്ഷൻസ് കാണുമ്പോൾ ഞാനിങ്ങനെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ബൊക്കയുടെ വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു റിബൺ ബോക്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്കൊക്കെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ബബിൾ റാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കസ്റ്റമർ ഫേസ് ഹൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബ്ലറാക്കി കാണിച്ചാൽ, വീഡിയോയിൽ കാണിച്ചാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്ലറാക്കിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ റിബൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റെഡ് കളർ റിബണാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സ്റ്റിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് റെസിൻ വർക്ക് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്സാണ്. പിന്നെ ഒരു A6 ഫ്രെയിമും ഒരു മിനി ഫ്രെയിമുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മിനി ഫ്രെയിം ഹാമ്പറിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. A6 ഫ്രെയിം മാത്രമായിട്ട് ഒരാൾ ഓർഡർ ചെയ്തതാണ്. പിന്നെ ഒരു റെഡ് കളർ സിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ജൂട്ട് ത്രെഡ്, വുഡൻ ക്ലിപ്സ്, ഇത്രയും ഐറ്റംസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് ഗോൾഡൻ കളറിൽ ലൈറ്റ് കത്തുന്ന ടൈപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട്, മൾട്ടി കളറും ഉണ്ട്. എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടാവും. മിക്കപ്പോഴും ഗോൾഡൻ കളറാണ്, ചിലപ്പോൾ മൾട്ടി കളർ മാത്രമായിട്ടുണ്ടാവും. ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഇതെടുത്തു. ഇത് കസ്റ്റമർ കൊണ്ടു തന്നതായിരുന്നു കേട്ടോ. ഹാമ്പറിൽ വെക്കാനുള്ളൊരു കാറിൻ്റെ തന്നെ താറാണ് തോന്നുന്നു. അത് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. പിന്നെ ഈ ഒരു അത്തറും പിന്നെ 5 കിറ്റ്കാറ്റ് ഇതും, പിന്നെ ഹാമ്പറിൽ വെക്കാനുള്ള ഡ്രസ്സ്, കാറ്, പിന്നെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന 5 ചോക്ലേറ്റ്, ഒരു അത്തറ്, ഡ്രസ്സ്, ഇത്രയും ഐറ്റംസാണ് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ വാങ്ങിച്ച് സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കുറച്ച് ഫ്രെയിംസും പിന്നെ ഒരു ബർത്ത്ഡേ ഹാമ്പറും ആണ് കേട്ടോ. അപ്പോൾ ഫ്രെയിം ചെയ്യാനും അതുപോലെ തന്നെ ഹാമ്പറിലേക്കുള്ള ഫോട്ടോസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു A5 ഫ്രെയിം, ഒരു A6 ഫ്രെയിം, ഒരു മിനി ഫ്രെയിം, ഇത്രയാണ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ. മിനി ഫ്രെയിം ഹാമ്പറിൽ വെക്കാനുള്ളതായിരുന്നു. A5 ഫ്രെയിമിൽ ഓൾറെഡി ഞാൻ വെക്കേണ്ട പിക്ക് പ്രിൻ്റ് ചെയ്ത് അതിൽ വെച്ചൊക്കെ സെറ്റ് ചെയ്തതാണ്. പക്ഷേ സെറ്റ് ചെയ്ത് വന്നപ്പോൾ വൈറ്റ് പോർഷൻ കൂടുതലായിപ്പോയി. അങ്ങനെ ചെയ്തപ്പോൾ വെച്ച് നോക്കിയിട്ട് ഫ്രെയിമിൽ ഒരു ഭംഗി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചെയ്തു, ആ പിക്ക് ഒന്നുകൂടെയും പ്രിൻ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചു. അപ്പോൾ കറക്റ്റായി. കാരണം ഞാൻ മുമ്പ് എടുത്ത പ്രിൻ്റ് അല്ലായിരുന്നു ഇത്തവണ എടുത്തത്. അപ്പോൾ കറക്റ്റ് ഫിറ്റാക്കിയൊക്കെ എടുത്തെങ്കിലും ഇതിൽ വെച്ചപ്പോൾ വൈറ്റ് പോർഷൻ ഒരുപാടുള്ള പോലെ തോന്നിയപ്പോൾ വീണ്ടും എനിക്ക് ഫ്രെയിംസിലൊക്കെ ഉള്ള പിക്ക് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ ഒന്നിച്ച് പോയിട്ട് തന്നെ പ്രിൻ്റ് എടുത്ത് വന്നിട്ട് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ഫ്രെയിമിലുള്ള ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് നല്ല രീതിക്ക് വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ച് ക്ലീൻ ആക്കിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടുള്ള പിക്സ് അതിലൊന്ന് വെച്ച് നോക്കിയിട്ട് ഫ്രെയിമിലേക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ഭാഗത്തു നിന്ന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫ്രെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രെയിംസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗം ഞാൻ കുറച്ച് സ്പീഡാക്കി കാണിക്കുന്നുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് ആവണ്ടെന്ന് വെച്ചിട്ടും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ അടുത്ത വർക്ക്സിലൊക്കെ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യാം. നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്താലാണ് എനിക്ക് അറിയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ വർക്ക്സ് ചെയ്യുമ്പോഴും അതിൻ്റെ വീഡിയോ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ. അങ്ങനെ ഫ്രെയിംസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹാമ്പറാണ് സെറ്റ് ചെയ്യാനുള്ളത്. അതിൽ ഓൾറെഡി ഞാൻ പോളറോയിഡ്സ് ഒക്കെ ജൂട്ട് ത്രെഡിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഫെയറി ലൈറ്റ്. കസ്റ്റമർ എന്നെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നതാണ്. ഈ ഡ്രസ്സും ഷോളും അത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. മിനി ഫ്രെയിം ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രെയിം ഗിഫ്റ്റ് റാപ്പ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കസ്റ്റമർ തന്നെ തന്നിട്ടുണ്ടായിരുന്ന താറുണ്ടായിരുന്നല്ലോ, ഞാനത് ഓപ്പൺ ചെയ്തൊന്നും നോക്കിയില്ല. അവർ കൊണ്ടു തന്നത് അതേപടി തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കും. അത് കഴിഞ്ഞതിന് ശേഷം റാപ്പ് ചെയ്ത് വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സിൽ തന്നെ ഇട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓപ്പൺ ഒന്നും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കസ്റ്റമർ കൊണ്ടു തന്നതായതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അവർ തന്നെ നോക്കി എടുത്തിട്ട് നമ്മളെ ഏൽപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്
കിറ്റ്കാറ്റും അത്തറും കേട്ടോ. 5 കിറ്റ്കാറ്റാണ് ഉണ്ടായിരുന്നത്, 10 രൂപയുടേത് തന്നെ. പിന്നെ ഒരു അത്തർ, പിന്നെ കുറച്ച് ഫ്ലവേഴ്സുമാണ് നമ്മൾ ഈ ഒരു ഹാമ്പറിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്തറിൻ്റെ താഴെയായാലും 10 രൂപയുടെ താഴെയും പിന്നെ ചോക്ലേറ്റ്സിൻ്റെ താഴെയായിട്ട് കവറിൻ്റെ താഴെയായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ സെല്ലോ ടേപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. സെല്ലോ ടേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ തിന്നായിട്ടുള്ള ഡബിൾ ടേപ്പ് നമുക്ക് ഷോപ്സിലൊക്കെ കിട്ടും, കട്ടി കുറഞ്ഞിട്ടുള്ള ഡബിൾ ടേപ്പ്. അത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒന്നും കൂടെ തെർമോക്കോളിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാലും വിട്ടു പോരില്ല. അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. വർക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ തന്നെ വന്ന് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആൾ നമുക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ തന്നെ വേറെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ എന്ന് പറയാനില്ല, കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള വീഡിയോസൊക്കെ കാണുക. എല്ലാ വീഡിയോസും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ് നമ്മൾ അധികം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് തുടങ്ങാമെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൊക്കെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിൽ പോയിട്ട് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലേ പിന്നെ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പോൾ ക്രാഫ്റ്റ് വർക്ക് തുടങ്ങുന്നവരും തുടങ്ങി ഇങ്ങനെ സ്മൂത്തായിട്ട് പോവല്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് നമ്മൾ പെട്ടെന്ന് അർജൻറ്റ് ഓർഡേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് എടുക്കണം എന്ന് തോന്നും, ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ആ ഒരു അർജൻറ്റ് വർക്ക്സ് എടുത്ത് ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് മുമ്പിൽ കൊണ്ടുതരുന്നത്. എനിക്ക് കൂടുതൽ വന്നിട്ടുള്ള അർജൻറ്റ് ഓർഡേഴ്സാണ്. അപ്പോൾ കൊറിയർ അയക്കണം എന്നില്ലാത്ത ഏത് അർജൻറ്റ് ഓർഡേഴ്സ് നമുക്കിവിടെ നമ്മൾക്ക് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കൊറിയർ അയക്കേണ്ടതാകുമ്പോൾ നമുക്ക് ഒരു 2 ദിവസത്തിലൊന്നും അയച്ചു കൊടുക്കാൻ പറ്റില്ല. മാക്സിമം പോയാൽ ഒരു 5 വർക്കിംഗ് ഡേയ്സ് എങ്കിലും എടുക്കും നമ്മൾ വർക്ക് ചെയ്ത് അവർക്ക് കൊറിയർ അയച്ച് അവരുടെ കയ്യിൽ കിട്ടാം. കേരളത്തിനകത്ത് തന്നെ നമുക്ക് വർക്ക് ചെയ്ത് കൊറിയർ അയക്കാൻ വേണ്ടി എടുക്കുന്ന ഏറ്റവും മിനിമം ഡേയ്സ് ആണ് പറയുന്നത്. അതും DTDC ത്രൂ അയക്കുമ്പോഴുള്ള ദിവസമാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ.